നമസ്കാരം. പ്രധാന വാർത്തകൾ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തണം. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതാണ് കാരണം. 1.25 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ക്ലോസ് ചെയ്യുമെന്നും അറിയിപ്പുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയിലെ 25 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ബുധനാഴ്ച വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളമുള്ള വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. പാക് ആക്രമണം. IPL മത്സരം നിർത്തിവെച്ചു. സ്റ്റേഡിയത്തിലെ ലൈറ്റുകൾ അണച്ചു. ജമ്മുകാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ധരംശാലയിലെ IPL മത്സരം നിർത്തിവെച്ചു. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരമാണ് നിർത്തിവെച്ചത്. സ്റ്റേഡിയത്തിലെ ലൈറ്റുകൾ അണച്ചു. സ്റ്റേഡിയത്തിലെ ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം ജമ്മുകാശ്മീരിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഡ്രോണും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം തകർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാക് ആക്രമണം നടക്കുന്നതിനിടെ പാകിസ്ഥാനി പൈലറ്റുമാർ ഇന്ത്യയിൽ പിടിയിൽ. ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നതിനിടെ പാകിസ്ഥാനി പൈലറ്റുമാർ ഇന്ത്യയിൽ പിടിയിൽ. രാജസ്ഥാനിൽ വെച്ചാണ് പാകിസ്ഥാനി പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നടന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചുപിടിച്ചുവെന്നും ആളപായമില്ലെന്നും എന്തിനും സജ്ജമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മലപ്പുറം എടരിക്കോട് മമ്മാലിപ്പടിയിൽ വാഹനാപകടം, 2 മരണം. ഒതുക്കങ്ങൽ സ്വദേശി വടക്കേതിൽ മുഹമ്മദ് അലി, തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ദുആ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി നിരവധി വാഹനങ്ങളിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. പരിക്കേറ്റവരെ കോട്ടക്കലിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഹബേമൂസ് പാപ്പോ. കത്തോലിക്ക സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കത്തോലിക്ക സഭ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പെറോവസ്റ്റിനെയാണ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിലെത്തിയ മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ലിയോ 14 എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അമേരിക്കയിൽ നിന്ന് ആഗോള കത്തോലിക്ക സഭയുടെ അമരത്തെത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഇദ്ദേഹം. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ പോപ്പാണ് ഇദ്ദേഹം. കുറച്ചു സമയം മുമ്പ് പുതിയ മാർപ്പാപ്പയെ കർദിനാൾമാരുടെ കോൺക്ലേവ് തെരഞ്ഞെടുത്തു എന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് സീസ്റ്റീൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയർന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 113 കർദിനാൾമാർ ചേർന്ന വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്.